നമ്മൾ സെറ്റ് തിയറിയാണ്. സെറ്റ് തിയറി നമുക്ക് പ്രോബബിലിറ്റിയുടെ ആവശ്യത്തിന് വേണ്ടി സെറ്റ് തിയറി എന്താണെന്ന് അറിയണം. അതിൽ കുറച്ച് കാര്യങ്ങൾ. അതിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്ട്സ്. ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്ട്സിൻ്റെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനെയാണെന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത്. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്ട്സ്. സെറ്റിനെ നമ്മൾ സാധാരണയായിട്ട് കേർലി ബ്രാക്കറ്റ് കൊണ്ടാണ്, കേർലി ബ്രാക്കറ്റിനകത്താണ് സെറ്റിനകത്തുള്ള എലമെൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സെറ്റിൻ്റെ നൊട്ടേഷൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടും സെറ്റിനകത്തുള്ള എലമെൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആൽഫബറ്റിക് ആണെങ്കിൽ അതിനെ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടും റെപ്രസെൻ്റ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞത് സെറ്റിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി സെറ്റിനകത്തുള്ള എലമെൻസ് ആണ് ആൽഫബറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും? സ്മോൾ ലെറ്റേഴ്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ n എന്ന് പറയുന്ന ഒരു സെറ്റാണ്. n ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 എക്സെട്ര. ദാറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ആൻഡ് q ഈസ് അനദർ സെറ്റ്. q ഈസ് ഈക്വൽ ടു സെറ്റ് ABC. ഇനി അടുത്തൊരു വേർഡ് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന വേർഡ്. ഈ വേർഡിനകത്തുള്ള എലമെൻസിൻ്റെ സെറ്റാണ് ഞാൻ P എന്ന് ഡിനോട്ട് ചെയ്തത്. P ഈസ് ഈക്വൽ ടു MATHE. അടുത്ത എലമെൻറ്റ് M എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്ട്സിൻ്റെ കളക്ഷനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ M നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി M എഴുതാൻ പറ്റുമോ? ഇനി M എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ എയും നമ്മൾ എഴുതി കഴിഞ്ഞു. അതുപോലെ T എഴുതി കഴിഞ്ഞു. ഇനി I ഇവിടെ ഒന്നും വന്നിട്ടില്ല. സോ നെക്സ്റ്റ് എലമെൻറ്റ് ഈസ് I. ദെൻ C ഇവിടെ വന്നിട്ടില്ല. C. ദെൻ എസ്സും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് മാത്തമെറ്റിക്സ്. മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആൽഫബറ്റ്സിൻ്റെ സെറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതേ എലമെൻറ്റ്സ് കൊണ്ട് സെറ്റ് നമ്മൾ ഫോം ചെയ്തത്. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്മോൾ ലെറ്റേഴ്സിൽ വേണം എഴുതാൻ. ഒരു വേർഡ് എങ്ങനെയാണോ തരുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ സെറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്ട്സ് ആയിരിക്കണം. ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്ട്സിൻ്റെ കളക്ഷനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് എ സെറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ എലമെൻറ്റ്, ഒരു സെറ്റിനകത്ത് ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ എന്തെന്ന് പറയും? സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. ദെൻ സെറ്റ് എ ഈസ് എ സിംഗിൾട്ടൺ സെറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നൾ സെറ്റ് ഓർ ഇറ്റ് ഈസ് കോൾഡ് empty set. Null set or empty set. Null set means if a set contains no elements, it is called a null set or empty set. It is denoted by phi or this one curly bracket മാത്രം. അതിനകത്ത് phi എന്ന് പറയുന്നത് ഇതേ ഒരു നൊട്ടേഷൻ പാടില്ല. ഇത് എന്ന് പറയുന്നത് എന്ത് സെറ്റാ? ദിസ് ഈസ് എ സിംഗിൾട്ടൺ സെറ്റ് ഹാവിങ് ദി എലമെൻറ്റ് phi. അപ്പോൾ ഇതെന്ന് പറയുന്ന നൾ സെറ്റിൻ്റെ നൊട്ടേഷൻ അല്ല. ഒന്നുകിൽ phi മാത്രം, അല്ല എങ്കിൽ കേർലി ബ്രാക്കറ്റ് മാത്രം. ഇതാണ് നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിനകത്ത് ഒരു എലമെൻറ്റ് പോലും ഇല്ല എങ്കിൽ അതിനെ എന്തെന്ന് പറയും? നൾ സെറ്റ് എന്ന് പറയും. ദെൻ ഈക്വൽ സെറ്റുകളാണ് പറയുന്നത്. ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 sets A and B are said to be equal if they have the same element. 2 sets A and B are said to be equal if they have the same elements. എക്കും ബിക്കും എലമെൻറ്റ്സ് എന്ന് പറയുന്ന സെയിം എലമെൻ്റ് ആണെങ്കിൽ എന്ത് പറയും? ദേ ആർ ഈക്വൽ സെറ്റ്സ് എന്ന് പറയുന്നു. സോ ഹിയർ A is equal to set ABC and B is equal to set BAC. Here we can see that A and B are equal.
എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സെയിം എലമെൻറ്റ്സ് തന്നെയാണ്. സോ എ ആൻഡ് ബി ആർ ഈക്വൽ സെറ്റ്. സോ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ഈക്വൽ ടു ബി. എ ഈസ് ഈക്വൽ ടു ബി. ദെൻ ഫൈനൈറ്റ് സെറ്റ്. Finite set, if a set contains only finite number of elements. If a set contains only finite number of elements, then it is called a finite set. ഇപ്പോൾ ഒരു സെറ്റിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് കാൾഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് കണ്ടെയ്ൻസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഒരു സെറ്റിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളെങ്കിൽ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്ര എലമെൻറ്റ്സ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ഡെഫിനേഷൻ ഈസ് സബ്സെറ്റ്. സബ്സെറ്റ്. We can say that A is a subset of, അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്, A subset of B. We can say that A subset of B if every element in A is also in B. If every element in A is also in B, then we can say that A is a subset of B. ഇപ്പോൾ എക്കകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ബിക്കകത്തുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയും? എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ് ആണെന്ന് പറയുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നു, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. ഇവിടെ നോക്കിയേ, എക്കകത്തുള്ള എലമെൻറ്റ്സ് 1 അതെവിടെയുണ്ട്? ബിയിലുണ്ട്. 2 ബിയിലുണ്ട്. 3 ബിയിലുണ്ട്. എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലെ എലമെൻറ്റ്സ് തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, then every element of A is also in B. So B is called the superset. Then B is called the superset. ഇപ്പോൾ A സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ, എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബി എന്തെന്ന് പറയും? ബി ഈസ് കോൾഡ് ദി സൂപ്പർ സെറ്റ്. ബി ഈസ് കോൾഡ് ദി സൂപ്പർ സെറ്റ്. ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ്, ഇപ്പോൾ സബ്സെറ്റ് മനസ്സിലായല്ലോ. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് എവരി എലമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ ഇൻ ബി, ദെൻ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് കോൾഡ് ദി സൂപ്പർ സെറ്റ് ഓഫ് എ. ബി എന്ന് പറയുന്നത് എയുടെ സൂപ്പർ സെറ്റ് ആണെന്നും പറയാം. ദ നെക്സ്റ്റ് ഡെഫിനേഷൻ ഈസ് യൂണിവേഴ്സൽ സെറ്റ്. That is, next definition is universal set. Universal set means നമ്മൾ ഏതൊരു സെറ്റ് കൺസിഡർ ചെയ്താലും ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സെറ്റ് സബ്സെറ്റായിട്ട് വരുന്ന മറ്റൊരു സെറ്റിൻ്റെ സബ്സെറ്റായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് വരുന്നത്. എന്താണെന്ന് മനസ്സിലായോ? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു സെറ്റ് കൺസിഡർ ചെയ്താലും ആ കൺസിഡർ ചെയ്യുന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൂപ്പർ സെറ്റ് ഉണ്ടാവും. ആ സൂപ്പർ സെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിവിടെ എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു യു. യൂണിവേഴ്സൽ സെറ്റിന് യു എന്നാണ് പറയുന്നത്. യു ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ എഫ്. ഇതെന്താണ്? സെറ്റ് എ ബി സി എന്ന് പറയുന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റാണ്. അതുകൊണ്ട് യുവിനെ എന്തെന്ന് പറയും? സൂപ്പർ സെറ്റ് എന്ന് പറയും. ഇനി അടുത്തത് ഇവിടെ എൻ എന്ന് പറയുന്നത് എൻ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എക്സെട്ര ആണോ? അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഈ എന്നിനെ കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റൊരു സെറ്റാണ് എൻ സബ്സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഐ എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു, ഞാൻ എഴുതുന്നു സെറ്റ് എക്സെട്ര -2 -1 0 1 2 3 എക്സെട്ര. കണ്ടോ?
അപ്പോൾ എന്നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റ് ഉണ്ട്. ഇനി മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന പി എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിൻ്റെ ഒരു സബ്സെറ്റാണ് പി ഈസ് എ സബ്സെറ്റ് ഓഫ് ദി സെറ്റ് ഓഫ് ഓൾ ആൽഫബറ്റ്സ് ഇൻ ഇംഗ്ലീഷിലെ എല്ലാ ആൽഫബറ്റ്സും കൂടെ എഴുതിയാൽ അതൊരു സെറ്റാണ്. ആ സെറ്റിൻ്റെ സബ്സെറ്റല്ലേ ഈ മാത്തമെറ്റിക്സിൻ്റെ വേർഡിനകത്ത് വന്നിരിക്കുന്ന ആൽഫബറ്റ്സ്. അപ്പോൾ നമ്മൾ ഏതൊരു സെറ്റ് കൺസിഡർ ചെയ്താലും ആ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് ഉണ്ടായിരിക്കും. ആ സെറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ ജനറലി യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. യു എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സാധാരണ യൂണിവേഴ്സൽ സെറ്റിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. അടുത്തത് വെൻ ഡയഗ്രമാണ്. വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് ഈസ് കോൾഡ് വെൻ ഡയഗ്രാം. ഒരു സെറ്റിനെ നമുക്ക് ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. വെൻ ഡയഗ്രത്തിനകത്ത് നമ്മൾ എപ്പോഴും യൂണിവേഴ്സൽ സെറ്റിനകത്താണ് ഏതൊരു സെറ്റും വരുന്നത് എന്നുള്ള രീതിയിൽ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിനെ സാധാരണയായിട്ട് നമ്മൾ ഒന്നുകിൽ റെക്റ്റാങ്കിളായിട്ടാണ് കൊടുക്കുന്നത്. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ്, വെൻ ഡയഗ്രത്തിനകത്ത് യൂണിവേഴ്സൽ സെറ്റിനെ ഒരു റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് സെറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ സർക്കിളിലോ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു സർക്കിളിൽ ഞാനൊരു സെറ്റ് റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ്, ഈ എ എന്ന് പറയുന്ന സെറ്റാണ് ഇവിടെ സർക്കിളിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. ഇതാണ് ഒരു സെറ്റിൻ്റെ നൊട്ടേഷൻ. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഷെയ്ഡ് ചെയ്ത്, എ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിനകത്ത് എ എന്ന് പറയുന്ന സെറ്റ് അത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കും. ഇങ്ങനെ നമുക്ക് വെൻ ഡയഗ്രം വെച്ച് എന്ത് ചെയ്യാം, സെറ്റുകളെ ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അടുത്തത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആണ് പറയുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാമേ.